അങ്ങനെ ഇദ്ദേഹം ഈ അവധൂതൻ, അതും എൻ്റെ ഗുരുനാഥൻ, ഇതും എൻ്റെ ഗുരുനാഥൻ, ഇങ്ങനെ 24 ഗുരുനാഥന്മാരുടെ ഗുരുക്കന്മാരുടെ പേര് പറയണല്ലോ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂമി എൻ്റെ ഗുരുനാഥനാണ്. എന്തായി എന്ത് സഹിക്കുന്നില്ലേ, ആനന്ദം തരുന്നുണ്ട്. പിന്നെ ഭൂമി നമ്മൾ താമസിക്കുന്ന ഭൂമിയിലല്ലേ, നമ്മളെ ഭൂമിന് ഒരുപാട് എന്ത് ചെയ്താലും ഭൂമി നമ്മളെ പകരം വെട്ടുന്നുണ്ടോ? ഇല്ല. എൻ്റെ ഭൂമി എൻ്റെ ഗുരുനാഥനാണ്. പുണ്യതീർത്ഥം എൻ്റെ ഗുരുനാഥനാണ്. തീർത്ഥം പോലെ തന്നെ ഭൂവിഭാഗം രണ്ടും എൻ്റെ ഗുരുനാഥൻ തന്നെ. പിന്നെന്താ, ചന്ദ്രനും എൻ്റെ ഗുരുനാഥൻ ചന്ദ്രൻ. എന്താ, സമവൃത്തനല്ലേ ചന്ദ്രൻ. ചന്ദ്രികയാലും കുളിർമയാലും ചന്ദ്രൻ ലോകത്തിന് ആനന്ദം നൽകുന്നുണ്ടല്ലോ. എന്നാൽ കറുത്ത പക്ഷത്തിൽ ദിനംപ്രതി ചന്ദ്രന് ക്ഷയം സംഭവിക്കുന്നു. മെല്ലിഞ്ഞ് 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 അവസാനം ഒന്നും ഇല്ലാതാവും ചന്ദ്രൻ. ആവുന്നില്ലേ? എന്നാലും മനക്ലേശവും ഇല്ല, ദുഃഖവും ഇല്ല. തന്നാലാവും വിധം ചന്ദ്രൻ ലോകത്തിന് ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒരു വരയാണെങ്കിൽ ആ വര കൊണ്ട് അത്ര വലിയൊരു പ്രകാശം ചന്ദ്രൻ ഭൂമിക്ക് കൊടുക്കുന്നില്ലേ. അതുകൊണ്ട് ചന്ദ്രനും എനിക്ക് ഗുരു തന്നെയാണ്. വൃത്തിയും ക്ഷയവും തനിക്ക് വരുന്നത് സൂര്യനെ കൊണ്ടാണെന്ന് ചന്ദ്രൻ അറിയാം. എങ്കിലും സൂര്യനോടൊരു ഭാഗ്യമില്ലല്ലോ ചന്ദ്രന് ഇല്ല. യഥാർത്ഥത്തിൽ പൂർണ്ണരൂപനായ പൂന്തിങ്കൾ ക്ഷയിക്കുന്നു എന്നതൊരു മിഥ്യാബോധം മാത്രമല്ലേ. ആ ചന്ദ്രനായി തന്നെ ഉണ്ട്. ഈ സൂര്യന്റെ നിഴലിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് അങ്ങനെയാണല്ലേ അത്. അതുകൊണ്ട് ചന്ദ്രനൊന്നും സംഭവിക്കുന്നില്ല. ഭൂമി മറക്കുന്നതല്ലേ അതുകൊണ്ട് ക്ഷയിക്കുന്നില്ല. ഭൂമി ഇങ്ങനെ മറിച്ച് വരുന്നതാണ്. അങ്ങനെ അവസാനം കറുത്ത ഭാവമാകുമ്പോഴത്തേക്ക് ഒന്നുമില്ലാണ്ടാവും, വീണ്ടും തുടങ്ങുമല്ലോ വലുതായി വരാൻ. ദേഹത്തിലെ ക്ലേശ ദുഃഖാദികൾ ഉണ്ടെന്നുള്ള തോന്നലല്ലാതെ വാസ്തവത്തിൽ ആത്മാവിന്റെ ആലയമായ ഗാത്രത്തിന് ദുഃഖമൊന്നുമില്ല. മായയുടെ നിഴലുകൾ കൊണ്ടാണ് ക്ലേശ ദുഃഖങ്ങൾ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. ഈ തത്വം ചന്ദ്രനിൽ നിന്നാണ് പഠിച്ചത്. അതുകൊണ്ട് ചന്ദ്രനും എൻ്റെ ഗുരു തന്നെ. അത്ര ഗുരുക്കന്മാരാ എനിക്ക്. സൂര്യനും എൻ്റെ ഗുരു തന്നെയാണ്. കാലസ്വരൂപനായ സൂര്യൻ ഒരു ദിവസം തന്നെ വ്യക്തനായും അവ്യക്തനായും കാണുന്നുണ്ട്. മേഘം മറച്ചാൽ അവ്യക്തനായി, മേഘം മറച്ചില്ലെങ്കിൽ വ്യക്തനായി. അവ്യക്തനായി കാണുന്നത് രാത്രിയുടെ മായാശക്തിയിലാണ്. അത് രാത്രി 24 മണിക്കൂർ സൂര്യനെ കാണുന്നില്ലല്ലോ നമ്മള്. അങ്ങനെ 24 മണിക്കൂറല്ലേ സൂര്യനെ കാണുന്നില്ലത്. രാത്രിയും യാഥാർത്ഥ്യമല്ല, സൂര്യന്റെ മറവിലുണ്ടാകുന്ന മായയാണത് രാത്രി പകൽ വരുന്നത്. അങ്ങനെ ഇല്ലാത്ത മായയുടെ വൈഭവത്താലാണ് ഇല്ലാത്ത ഈ പ്രപഞ്ചം തന്നെ ഉണ്ടെന്ന് തോന്നിപ്പോകുന്നത്. ഈ തത്വം എന്നെ പഠിപ്പിച്ചത് ആദിത്യനാണ്, സൂര്യഭഗവാൻ. അതുകൊണ്ട് ഞാൻ ഗുരുവായി സ്വീകരിച്ചു. വനത്തിൽ ജീവിച്ചിരുന്നൊരു മാടപ്രാവ് എൻ്റെ ഗുരുവാണ് കേട്ടോ. അത്രമാത്രമല്ല, എനിക്ക് മാടപ്രാവും ഗുരുവായിട്ടുണ്ട്. അത് അത് മാടപ്രാവ് ഗുരുവാവാൻ കാരണം ചെറിയൊരു പക്ഷിയല്ലേ. ചെറിയ പക്ഷി തന്നെയെങ്കിലും അതിൻ്റെ ആ ജീവിത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അക്കാലത്തൊരു മാടപ്രാവ് പ്രേയസിയായ കപോതം എന്നല്ലേ പറയല് മാടപ്രാവിനെ. കപോതിയുമൊത്ത് നിബിഡ വനത്തിൽ വസിച്ചിരുന്നു. ലീലകളാടി വനസുഖം ആസ്വദിച്ച് അവർ ജീവിച്ചു. അങ്ങനെ നാളുകൾ കഴിഞ്ഞ സമയത്ത് ഗർഭിണിയായ കപോതി മുട്ടയിട്ടു. മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങളുണ്ടായി. ഒരു ദിവസം പൈതങ്ങൾക്ക് ഭക്ഷണം അന്വേഷിക്കുവാൻ ആ ദമ്പതികൾ വനത്തിലേക്ക് പോയി. ആ സമയത്താണ് ഒരു ലുബ്ധകൻ എന്ന പേരുള്ള ഒരു കാട്ടാള് വേടൻ ഭക്ഷണം അന്വേഷിച്ച് വനതടത്തിലെത്തി. അവന്റെ ദൃഷ്ടിയിൽ കബോധ പൈതങ്ങൾ പെട്ടു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അച്ഛൻ വരുന്നുണ്ടോ അമ്മ വരുന്നുണ്ടോ എത്തി നോക്കുമല്ലോ. അപ്പം ഇയാളെ കണ്ണിൽ പെട്ടു. ചിറകുകൾ ശരിയായി മുളച്ചിട്ടില്ല. എത്ര പോരാ അതിൻ്റെ ഇറച്ചിയെല്ലാം ഈ തൊട്ടനി തിന്നേണ്ടതെന്തോ. ആ പിഞ്ചു കുഞ്ഞുങ്ങളെ അവൻ കൊണ്ടുപോയി ചുട്ടു തിന്നു. തീറ്റയുമായി മാതാപിതാക്കൾ തിരിച്ചു വന്നപ്പോൾ കൂട്ടിൽ കുഞ്ഞുങ്ങളില്ല. ഈ ചിറക് മുളക്കാതെ കുഞ്ഞുങ്ങളെ ഈ ഇളം ശരീരത്തിൽ ചുട്ടു തിന്ന് തീയാക്ക് എന്തെന്ന് കിട്ടാനാവോ. അവർ വൃക്ഷത്തിന്റെ ചുവട്ടിലെല്ലാം കുഞ്ഞുങ്ങളെ തിരഞ്ഞു കരഞ്ഞു. താഴെ വീണുപോയിട്ടുണ്ടോ ചോദിച്ചാൽ അവിടെയൊക്കെ തിരഞ്ഞു, കാണുന്നില്ല. മാതാവിന് പുത്രദുഃഖം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കരഞ്ഞും കല്ലിൽ തലതല്ലിയും മോഹാലസ്യപ്പെട്ടും അവൾ വിങ്ങിപ്പൊട്ടി. ഭർത്താവിന്റെ സാന്ത്വനമൊന്നും പെൺപക്ഷിക്ക് ആശ്വാസമായില്ല.
അവൾ വിതുമ്പിക്കൊണ്ടേയിരുന്നു. തീറ്റയെടുക്കാതെ ഉറങ്ങാതെ പെൺപക്ഷി പുത്രാന്വേഷണം തുടർന്നു. ഒരു ദിവസം വനത്തിൽ പോയി തീറ്റയുമായി തിരിച്ചു വന്ന ആൺപക്ഷി കണ്ടത് ഒരു വട്ടശിലയിൽ തലതല്ലി മരിച്ചു കിടക്കുന്ന പെൺപക്ഷിയാണ്. അതിന് ഭ്രാന്തായിപ്പോയി തോന്നുന്നു. അത് തല അടിച്ചു മരിച്ചു. കുഞ്ഞള കാണാത്തോണ്ട്. സന്താനങ്ങളെ ആരോ കൊന്നു. ഇനി ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? ഈ പക്ഷി തലതല്ലി മരിച്ച് അവിടെ കുറേ സമയം ഇരുന്നു. ഇദ്ദേഹം ഈ പക്ഷി ഇങ്ങനെ ഇരുന്ന് തളർന്നു. ആ കല്ലിലേറെ നേരെ ഇരുന്നിട്ട് അവന്റെ മനസ്സ് പല തലത്തിലും ചിന്തിച്ചു. ഈ ആൺപക്ഷിയുടെ മനസ്സിങ്ങനെ പല ഏതാണ് ശരി ഏതാണ് തെറ്റ് തിരിച്ചറിയാൻ വേണ്ടി അന്വേഷണം ചെയ്തു മനസ്സുകൊണ്ട്. ആ കല്ലിൽ ഇങ്ങനെ ഇരുന്നിട്ടെല്ലാം മനസ്സുകൊണ്ട് അന്വേഷിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ആരും തനിക്ക് തുണയില്ലാലോ. ഭാര്യ മരിച്ചു, സന്താനങ്ങളെ ആരോ കൊന്നു. ദുഃഖിച്ചിട്ട് എന്ത് പ്രയോജനം? ചത്തവർ തിരിച്ചു വരുമോ? ഒരിക്കലുമില്ലല്ലോ. കഴിഞ്ഞുപോയ കാര്യങ്ങളോട് ദുഃഖിക്കുന്നവൻ വിഡ്ഢിയാണ്. സ്വയം പരിതാപം പറയുന്നവൻ അറിവില്ലാത്തവനാണ്. ഒന്നും ശാശ്വതമല്ല. ബന്ധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് സർവസംഘ പരിത്യാഗിയായി ജീവിക്കുക. ദുഃഖം വരരുത്. വരാനുള്ള വഴികൾ ഏറെ ഉണ്ടെങ്കിലും എല്ലാം ത്യജിക്കണം. ദുഃഖം വരാനുള്ള വഴി കുറേ ഉണ്ടെങ്കിൽ അതിന് ആ വഴിയിലൂടെ നോക്കുകയേ വേണ്ട. സന്തോഷത്തോടെ ജീവൻ മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കണം. ഈ മാടപ്രവാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ തീരുമാനിച്ചു പ്രവർത്തിച്ച ആ മാടപ്രാവ് മോക്ഷം നേടി. ഈ മാടപ്രാവ് എൻ്റെ ഗുരുനാഥൻ തന്നെയല്ലേ? മാടപ്രാവ് മാത്രമല്ല, പെരുമ്പാമ്പ് എൻ്റെ ഗുരുനാഥനാണ്. അതെങ്ങനെ പെരുമ്പാമ്പ് ഗുരുനാഥനാവുന്നത്? അതോ പറയാം. ഭക്ഷണം അധികമോ സ്വല്പമോ ലഭിച്ചാലും മതിയെന്നോ പോരെന്നോ ഭാവിക്കാതെ ജീവിക്കുന്ന കൂട്ടത്തിൽ പ്രധാനിയാണ് പെരുമ്പാമ്പ്. കുറവിലും നിറവിലും സമത്വമാണ് പെരുമ്പാമ്പിന്. ലഭ്യമായതിനെ ഭക്ഷിച്ച് സന്തുഷ്ടിയോടെ അത് ജീവിക്കുന്നു. ഒരു മുനിയെപ്പോലെ. പെരുമ്പാമ്പിന്റെ കാര്യം പറഞ്ഞു. പെരുമ്പാമ്പിന്റെ ലഭ്യമായതിനെ ഭക്ഷിച്ച് സന്തുഷ്ടിയോടെ ജീവിക്കുന്നു. ഒരു മുനിയെപ്പോലെ ക്ലേശമേതും വരാതെ സ്വസ്ഥമായി വസിക്കുന്നു. തന്റെ വായിൽ തന്റെ അടുത്തെന്തെങ്കിലും വന്നെങ്കിൽ അതിനെ വിഴുങ്ങും. ആ പെരുമ്പാമ്പിന്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊന്ന് പഠിച്ചു. ആർത്തി ഒഴിവാക്കണം. കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും. ആർത്തി തൃഷ്ണയാണ്. തൃഷ്ണയും അത് അഹങ്കാരം ഉണ്ടാക്കുന്നതുമാണ്. അഹങ്കാരം അഹന്തയാണ്. അഹന്ത മതമാണ്. മതം മാത്സര്യം സൃഷ്ടിക്കും. മാത്സര്യം പോരുണ്ടാക്കും. പോര് ജീവിതത്തെ നരകത്തിലാഴ്ത്തും. അതുകൊണ്ട് പെരുമ്പാമ്പിനെ പോലെ ഞാൻ സ്വസ്ഥമായി വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം യദുകുല തിലകമേ, ഇനിയും താങ്കൾ കേട്ടാലും. ആര് പറയുന്നത്? ഈ യദു മഹാരാജാവിനോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവധൂതൻ. സമുദ്രവും എൻ്റെ ഗുരു തന്നെ. സമുദ്രം എങ്ങനെയാണ് അവധൂത ഗുരുവാകുന്നത് ചോദിച്ചു. വിസ്താരമേറിയ ശരീരത്തെ വഹിച്ച് ഇന്ദ്രിയവിഹീനനായി പ്രസന്ന ഗംഭീരനായി സാഗരം കിടക്കുകയല്ലേ. മലിനവാഹിനികൾ അനവധി വന്ന് പതിച്ചാലും പുണ്യവാഹിനികൾ നിരവധി വന്ന് പതിച്ചാലും സമുദ്രത്തിനതെല്ലാം ചലനമില്ലല്ലോ. നിഷ്പൃഹനായ സാഗരം സന്തോഷ സന്താപങ്ങളില്ലാതെ വിലസുകയല്ലേ. ആരെന്ത് നൽകിയാലും സഹിച്ച് ത്യാഗിയെപ്പോലെ സമുദ്രം വിരാജിക്കുന്നു. ആ സമുദ്രവും എൻ്റെ ഗുരു തന്നെയാണ്. മാത്രമല്ല എരുതിയിൽ പൊരിഞ്ഞു വീഴുന്ന ശലഭവും എൻ്റെ ഗുരുവാണ്. പ്രഭാത പ്രദോഷങ്ങളെ സുസ്മേരമാക്കുന്ന നിരവധി പൂക്കളെ കണ്ട് ആഗ്രഹത്തോടെ ശലഭങ്ങൾ അണയുന്നു. അവയുടെ ലളിത വശ്യതകളിൽ അഭിരമിച്ച് അനംഗസുഖം ആസ്വദിക്കുന്നു. ആ ശലഭമില്ലേ, തീ കാണുമ്പോൾ അതിൽ കൊണ്ട് ചാവുന്ന അതും എൻ്റെ ഗുരു തന്നെയാണെന്നാണ് പറയുന്നത്. കുസുമത്തിന്റെ ഹൃദയഗന്ധത്തിൽ മുഴുകി ദിനങ്ങളോളം ശലഭങ്ങൾ ലോകം മറന്ന് ജീവിക്കും. സ്വയം വിസ്മരിച്ച് പൂക്കളുടെ പുതുമധു നുകർന്ന് ശലഭങ്ങൾ പലായനം ചെയ്യുന്നു. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ആ പ്രയാണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ലൗകിക ജീവികളായ മൂഢന്മാർ അപ്സരമണികളുടെ രാമണീയകതയിൽ നിരവധി ദിനങ്ങൾ അഭിരമിച്ച് കഴിയുകയാണ്. വിഷയാഗ്നി കൊണ്ടുണരുന്ന കാമാഗ്നി സ്വയം വെന്ത് വെണ്ണീറാവുന്നു.
അഗ്നി ഉണരുമ്പോൾ ആസ്വദിക്കാമെന്ന് കരുതി ശലഭങ്ങൾ അതിൽ പതിക്കുന്നു. അതുപോലെ മൂഢന്മാരും ഭോഗാസക്തിയിൽ പതിച്ചു നശിക്കുന്നു. അങ്ങനെയല്ലേ മഹാരാജാവേ? അമിതമായ സ്ത്രീലമ്പടത്വം അപൽക്കരമാണെന്ന് ശലഭം എന്നെ നിരന്തരം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ശലഭവും എൻ്റെ ഗുരുനാഥനാണ് മഹാരാജാവേ. വധൂതൻ തുടർന്നു. ശലഭം മാത്രമല്ല, തേനീച്ചയും എൻ്റെ ആചാര്യനാണ്. ഇതെങ്ങനെയാ തേനീച്ച ആചാര്യനാകുന്നത്? ബാക്കിയുള്ളതൊക്കെ ഇപ്പം മനസ്സിലായി. ഈ തേനീച്ച എങ്ങനെയാ എന്ന് ചോദിച്ചു. അത് പറഞ്ഞുതരാ. മക്ഷികകൾ അക്ഷീണം പരിശ്രമിച്ചാണ് മധു സമ്പാദിക്കുന്നത്. ഈ തേനീച്ചകൾ രാവും പകല് മുഴുവനും പോയിട്ട് കണ്ട പുഷ്പങ്ങളിൽ നിന്നൊക്കെ തേൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. യഥാർത്ഥത്തിൽ തെണ്ടി നടന്നാണ് ഇവർ തേൻ അറകളിൽ എത്തിക്കുന്നത്. സ്വാർത്ഥനായ മനുഷ്യരും മറ്റു ജീവികളും നിഷ്കരുണം അവരുടെ മധു അപഹരിക്കുന്നു. തങ്ങൾ സമ്പാദിച്ച ജീവിത ലാഭം അന്യൻ കവർന്നത് കണ്ടിട്ടും പരിഭ്രമിക്കാതെ മധുമക്ഷികകൾ അവരുടെ ജോലി അഭംഗുരം നടത്തുന്നു. ഇതെല്ലാം ആരെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർ പിന്നെ തന്നെ പണിയെടുത്തോണ്ടിരിക്കും. മരണം വരെ അവർ ആ ജോലി പരന്മാർക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. ക്ലേശങ്ങൾ മറന്ന് പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ള ഭാവത്തിൽ പരിശ്രമിക്കുന്ന തേനീച്ച ആ നിലയിൽ എൻ്റെ ആചാര്യൻ തന്നെയാണ് രാജാവേ. പോരാ, കാർണിറമാണ്ടവ കരിവണ്ടും എൻ്റെ ഗുരുനാഥനാണ്. നല്ലതും ചീത്തയും നോക്കാതെ എല്ലാ പുഷ്പങ്ങളിലും പകർന്ന് നടന്ന് രസം അറിയുന്ന വണ്ട് സമഭാവം ഉൾക്കൊള്ളുന്നവനാണ്. എല്ലാ പൂവും അവനൊരുപോലെയാണ്. സമഭാവം ലൗകിക രതിക്കപ്പുറമാണ്. ഒരു പൂർണ്ണ മനുഷ്യന് വേണ്ടതും അതുതന്നെ. അതുകൊണ്ട് കാർവണ്ടിനെയും ഞാൻ ആചാര്യനായി നിൽക്കുന്നു. അതും എൻ്റെ ആചാര്യൻ തന്നെയാണ്. അവധൂതൻ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രാജാവേ, നാരിയും നാരി സ്പർശവും എൻ്റെ ഗുരുവാണ്. അങ്ങയുടെ മുഖം ഇങ്ങനെ പറയുമ്പോൾ അത്ഭുതപ്പെടുമെന്ന് എനിക്കറിയാം. എന്നാൽ അവിടെ സത്യം അങ്ങ് ധരിച്ചു കൊള്ളുക. നാരികൾ സന്യാസിയെ ദർശിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നാരികൾ ഒരിക്കലും ഭിക്ഷു സ്പർശിക്കുവാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് യോഗിക്ക് ദുഃഖ കാരണമാകും. സൂര്യൻ ജഗത്തിനെ മുഴുവൻ തൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കുന്നുണ്ടെങ്കിലും ലോക സൂര്യനെ സ്പർശിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ശാരീരികമായ നാരി സ്പർശം മനസ്സടക്കത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് നാരിയെയും നാരി സ്പർശത്തെയും ഞാൻ ഗുരുവായി കാണുന്നു. ഗുരുദർശനം പൂജനീയ ഭാവം തരുന്നത് പോലെ ഈ കാഴ്ചയും എനിക്ക് ദേശിക ഭാവം വളർത്തും. അതും എൻ്റെ ഗുരു തന്നെയാണ്. അഗ്രേ പശ്യാമി സാക്ഷാൽ ഗുരുപവനപുരം ഭക്തചിത്തങ്ങളെല്ലാം ഒപ്പം പൂക്കുന്ന ദീപാക്ഷരികളിൽ അമൃതൂട്ടുന്ന നാരായണീയം കത്തും കണ്ണീർ പളുങ്കാർന്നിടറിന ഹരിരാഗങ്ങളാൽ ഞങ്ങൾ തീർക്കും സ്വപ്നത്തിൻ പ്രാഭൃതം നീ മുഖരുക പകരം തീർക്ക ദാരിദ്ര്യ ദുഃഖം. പോരാ, ഇനിയുണ്ട് എനിക്ക് ഒരുപാട് ഗുരുനാഥന്മാര്. അദ്ദേഹം പറയാണ്. അതുപോലെ മത്സ്യം എൻ്റെ ഗുരു തന്നെയാണ്. ഓ, ഈ മത്സ്യമൊക്കെ എങ്ങനെയാ അങ്ങയുടെ ഗുരുനാഥനായത് ചോദിച്ചു. ചൂണ്ടയിൽ ചെന്ന് സ്വയം കൊത്തി മരണമടയുന്ന മത്സ്യം. അതുപോലെ നിന്ദ്യവും ഹീനവുമായ വികാരങ്ങളിൽ ചെന്ന് മുട്ടി സ്വയം ഉള്ളിലാക്കി നാശം ഭരിക്കുന്ന മനുഷ്യൻ. ഇതൊരിക്കലും പാടില്ലെന്ന് സ്വജീവിതത്തിലൂടെ പ്രകടമാക്കുന്ന മത്സ്യങ്ങളെ ഞാൻ ഗുരുവായി വരിക്കുന്നു. അത്തരം ഭാവത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുന്നു. രാജൻ കേൾക്കുക, ഇനിയും പറയാം. ശൃംഗാരത്തിൽ മുഴുകി മനുഷ്യൻ എത്ര കാലം കഴിഞ്ഞാലും ഇന്ദ്രിയമുക്തനാവുകയില്ല. തേജസ് ലഭിക്കണമെങ്കിൽ ലൗകിക രതിക്ക് മോചനം നൽകണം. ഇന്ദ്രിയവശനായ ഒരുവന് ലൗകിക രതി വന്നാലും മോചനം ക്ഷിപ്രസാധ്യമാണ്. ഇക്കാര്യം അങ്ങ് ഭംഗിയായി ധരിക്കണം. ഒരു പൂർണ്ണ മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട പ്രധാന തത്വമാണിത്. ഈ ദർശനം വ്യക്തമാക്കുന്ന ഒരു കഥ ഞാൻ പറയാം. ഇതിലിപ്പോൾ 24 ഗുരുക്കന്മാരില് തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ട്. അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത് ഒരു വശം, അങ്ങനെ ആകണം എന്നുള്ളത് വേറൊരു വശം.
ഇതൊക്കെയാണ് 24 ഗുരുക്കന്മാരിൽ നിന്നും ഞാൻ പഠിച്ചത്. ഞാൻ ഇനിയും പറഞ്ഞു തരാം കഥ. ഒരു വേശ്യാസ്ത്രീയുടെ കഥയാണ്. പിങ്കള, അവളുടെ പേര് പിങ്കള. അവധൂതൻ പറഞ്ഞു, മിഥില എന്ന പ്രശസ്തമായ രാജ്യത്തിൽ പണ്ട് പിങ്കള എന്നു പേരായ ഒരു വാരനാരി ഉണ്ടായിരുന്നു. അതായത് വേശ്യാസ്ത്രീ അല്ലേ. ലാവണ്യവതിയായ അവളുടെ കടക്കണ്ണിൻ വിക്ഷേപം കാത്ത് കാമുക വൃന്ദം പടിവാതിക്കൽ ഇങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു അത്രേ. മന്മഥറാണിയായ അവൾ ചുരുങ്ങിയ കാലം കൊണ്ട് മിഥിലയിലെ കോടീശ്വരിയായി. എല്ലാരെ പൈസയോളടുത്തേക്ക് എത്തി. പിങ്കള ധനാഢ്യായപ്പോൾ പല പ്രഭുക്കന്മാരും തെണ്ടികളായി മാറി. അതാണ് സത്യം. എല്ലാരെ പൈസ വളരെ കയ്യിലായില്ലേ. നമ്മുടെ കണ്ണകീരെ കഥ അറിയാലോ, കോവലന്റെ കഥ. അതുമാതിരി അവരുടെ ഭാര്യമാർ സന്താനങ്ങളെ പുലർത്തുവാനാവാതെ നിറമിഴികളുമായി ദുഃഖിച്ചു കഴിഞ്ഞു. പൈസ എല്ലാം വിളകീശേരി പോക്കറ്റിലായി. ഒരു ദിവസം ഞാൻ അവളുടെ പടിവാതിലെത്തി. എനിക്കൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ പോയതാണ്. എനിക്ക് ഈ പറയുന്ന ഉദ്ദേശമൊന്നുമില്ല. മതാലസ്യ വാരനാരി അവളുടെ സ്വർണ്ണ നിറമുള്ള മട്ടുപ്പാവിൽ മുല്ലമലർ ചൂടിൽ ലളിതാംഗിയായി വിലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരാ വരിക, ഇന്നാരാ വരിക എന്നുള്ളത് കൊണ്ട്. സായാഹ്നം കഴിഞ്ഞു, ദീപങ്ങൾ തെളിഞ്ഞു. കൊട്ടാരം പോലുള്ള മാളിക തങ്കപ്രഭയിൽ കുളിച്ചു നിന്നു. ആ വേശ്യാസുന്ദരി ധനാഢ്യനായ കാമുകരെ പ്രതീക്ഷിക്കുകയാണ്. സാധാരണക്കാരൊന്നും വേണ്ട. നിർധനനും അല്പസ്വല്പം പണമുള്ളവർ ഇവളെ ദർശിക്കുവാൻ കാത്തു നിൽപ്പുണ്ട്. അവരെ കനിഞ്ഞൊന്ന് കടാക്ഷിക്കുവാൻ പോലും അവൾ ദയ കാണിക്കുന്നില്ല. കുബേരന്മാരായ കാമുകന്മാർ വന്നു. അവരോരോരുത്തരെ അവളത്തേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ധനാഢ്യനായ ഒരു ദുർബുദ്ധിയും അവിടെ എത്തി. പിങ്കളുടെ ദാസിമാർ അവനെ സ്വീകരിച്ചു മണിയറയിലെത്തി. അരേ, ഈ ദുർബുദ്ധിയായ ആളാ. ഗ്യാപ്പ് വരണ്ടേ, എന്നാലല്ലേ. ആദ്യം വന്ന കോമരങ്ങളെ ആശ്വസിപ്പിച്ച് ആസ്വാദനമൂർച്ചയിൽ വിട്ടിട്ട് പിങ്കള ഈ ധനാഢ്യന്റെ അടുത്തെത്തി. ദുർബുദ്ധി ക്ഷമയേറ്റിരിക്കുകയായിരുന്നു. പിങ്കള പുഞ്ചിരിയോടെ അയാളെ ഉൾക്കൊള്ളുവാൻ ഒരുങ്ങി. ക്രോധത്തോടെ കുബേരൻ ചാടി എഴുന്നേറ്റു. അയാൾ പറഞ്ഞു, നീ തനി വേശ്യ തന്നെ കേട്ടോ. ഓ, ഇതുവരെ മനസ്സിലാക്കില്ലേ? ഇവിടെ വന്ന കോമരങ്ങൾ തന്ന പണം മൊത്തം വലിച്ചെറിയുവാൻ എനിക്കാവും. പക്ഷെ നീ എന്നെ അവഗണിച്ചു. ദുഷ്ടയും പാപിയുമാണെന്ന്. നിന്നെ തൊട്ടാൽ പാപം എനിക്ക് വരും. കയർത്തുകൊണ്ട് കുബേരനായ ദുർബുദ്ധി ഇറങ്ങിപ്പോയി. പിങ്കളക്ക് നിരാശയുണ്ടായി. അവരൊക്കെ തരുന്ന പൈസ ഈ ഒരാൾ തരുവായിരുന്നില്ല എനിക്ക് എന്നുള്ളൊരു വിചാരം അവളിൽ കടന്നുകൂടി. കുബേരനായ ദുർബുദ്ധി തിരികെ വരുമെന്ന് തന്നെ കരുതി അവള് ഏറെ നേരം അവന് വേണ്ടി അവൾ കാത്തു നിന്നു. ആരും വന്നില്ല. തെല്ല് ദേഷ്യത്തോടെ അവൾ വാതിൽ വലിച്ചടച്ചു. മഞ്ചത്തിൽ ചെന്നിരുന്ന പിങ്കള തന്റെ ജീവിത കഥയുടെ പഴയ അധ്യായങ്ങൾ ഓരോന്നോരോന്നായി മറിച്ചു നോക്കാൻ തുടങ്ങി. പണം സമ്പാദിക്കുന്നതിനുള്ള ക്രൂരവും വിരസവുമായ ഒരു ജീവിതമാണ് താൻ നയിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. ഇനിയും ഇത് തുടരുന്നത് ആപൽക്കരമാണെന്ന് വിശ്വസിച്ച് അവൾ എന്തു ചെയ്തു? അവൾ തന്റെ ശിരസിൽ അണിഞ്ഞിരുന്ന ആഭരണം, കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലകളും അഴിച്ചു മാറ്റി. ഓരോന്നോരോന്നായിട്ട് ആഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റി. മസൃണമായ വസ്ത്രങ്ങൾ മാറ്റി. പരുത്തി വസ്ത്രങ്ങൾ അണിഞ്ഞു. അവൾ ഉറച്ചൊരു തീരുമാനമെടുത്തു. അവളുടെ ആ ലോലമായ വസ്ത്രധാരണമൊക്കെ വേണ്ടാന്ന് വെച്ചു. തലയിൽ മുടിപ്പൂ വേണ്ടാന്ന് വെച്ചു. ആ മാലകൾ വേണ്ടാന്ന് വെച്ചു. പരുത്തി വസ്ത്രങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. കരാളനായ ഒരു പുരുഷന്റെ കരം കൊണ്ടല്ലാതെ നിന്റെ നീവി ബന്ധം ഇതുവരെ അഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും അതുണ്ടാവരുത്. സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കാമം മാത്രമേ എന്റെ മുമ്പിൽ ഇതുവരെ ഉണർന്നിട്ടുള്ളൂ. ഇനിയുള്ള കാലം എന്റെ സ്നേഹം നാരായണൻ അർപ്പിക്കും. ആഹാ, കണ്ടാ, എന്റെ മനസ്സായിപ്പോയി. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കും, വിശ്വസിക്കും. കാരുണ്യമൂർത്തിയാണ് അദ്ദേഹം. എന്നെ വെടിയുകയില്ല. ദാസിയായി പുലർത്തും. എനിക്കത് മതി എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൊണ്ട് അവൾ ഇന്ദ്രിയങ്ങളടക്കി ഭക്തയായി എന്ന് പറയണു. ആര്? പിങ്കള എന്ന വേശ്യാസ്ത്രീ. പ്രലോഭനങ്ങളുമായി വന്ന പുരുഷന്മാരെ ആട്ടി അകറ്റിപ്പോ. ഞാൻ ആള് മാറി. എന്റെ പുതിയ ജന്മാണ്. നിങ്ങൾ വിചാരിക്കുന്ന ആ പിങ്കളയല്ല ഞാൻ എന്ന് പറഞ്ഞു. പുണ്യഗാനങ്ങൾ പാടി പുണ്യതീർത്ഥങ്ങൾ സ്നാനമാടി അവൾ വസിച്ചു. ഓരോ ദിവസം കഴിയുന്നവൾ വൈരാഗ്യായി. ഹൃദയത്തിൽ ദൈവചൈതന്യം ആവേശിപ്പിച്ചു. ദേവനെ കാമുകനായും ഭർത്താവായും മോക്ഷദായകനായും കണ്ടു.
എല്ലാം അവൾ പരമാനന്ദമൂർത്തിയായ നാരായണനിൽ അർപ്പിച്ചു. പലർക്ക് അശക്തി അവളാണെങ്കിലും ഭഗവത്പാദത്തിൽ പൂർണ്ണ ശോഭ തേടി സുഗന്ധം പൂർണ്ണമായി പനിമന്തിയുടെ പ്രകാശം പോലെ അവൾ സൗമ്യയായി. ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിനെ ജയിച്ച പിങ്കളയും എൻ്റെ ഗുരുനാഥ തന്നെയല്ലേ. എത്ര ലൗകിക ഗുണത്തിൽ വേണാലും ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാമെന്ന് പിങ്കള എനിക്ക് നിത്യവും പറഞ്ഞു തരുന്നു. അതുകൊണ്ട് അവളെ തന്നെയാണ് ഞാൻ ഗുരുനാഥയായി വരിക്കേണ്ടത്. സത്യമല്ലേ അത്? അവധൂതൻ തുടർന്നു. ഒരു ഞാറപ്പക്ഷിയും ഉണ്ട്, ഒരു വാനരനുണ്ട്. അവർ രണ്ടുപേരും എങ്ങനെയാണ് എൻ്റെ ഗുരുനാഥന്മാരായതെന്ന് പറഞ്ഞു തരാം. ഒരു വാനരനൊരിക്കൽ കുറച്ചു മാംസം ലഭിച്ചു. അവനത് കരത്തിൽ മുറുക്കി പിടിച്ചൊരു വൻമരത്തിൽ കയറിയിരുന്നു. അപ്പോൾ ഭീകരരായ കുറെ കാലം പക്ഷികൾ വന്നു മാംസം കൊത്തിപ്പറിച്ചു. അവന്റെ കരത്തിന് കൂടി കൊത്തു കിട്ടി. എന്നിട്ടും തൃഷ്ണയാൽ മാംസം വിട്ടില്ല. അവൻ മുറുക്കെ പിടിച്ചു. കാലം പക്ഷികൾ അവന്റെ കര കുത്തിപ്പറിച്ച് നാശമാക്കി. പാവം കുരങ്ങൻ അവസാനം കരത്തിലെ രക്തം ഒഴുകിപ്പോയി ബോധം കെട്ടു നിലത്ത് വീണു. ഞാറപ്പക്ഷിക്കും ഇതുപോലെ കുറച്ച് മാംസം കിട്ടി. ഈ കുരങ്ങൻ എന്ത് പറ്റിയേ? അത് വിടാതിരുന്നു. അതുകൊണ്ട് നല്ലപോലെ കൊത്തു കിട്ടി. ഞാറപ്പക്ഷികളും കിട്ടി. അതെന്ത് ചെയ്തു? മറ്റു പക്ഷികളൊന്നും അതിന്റെ ചുണ്ടിലിരുന്ന മാംസം കൊത്തിപ്പറിക്കുവാൻ നോക്കി. ആസക്തി കൊണ്ട് പക്ഷി മാംസം വിട്ടുകൊടുത്തില്ല. ആദ്യം ഞാറയെ മറ്റു പക്ഷികൾ കൊത്തിക്കേറി നശിപ്പിച്ചു. തൃഷ്ണ കൊണ്ട് അതിനും നാശം സംഭവിച്ചു. ഇതുപോലെ തന്റേതല്ലാത്ത ധനത്തിൽ മുറുകെ പിടിച്ചും വിഷയാസക്തിയിൽ മുഴുകിയും കഴിയുന്നവൻ നാശം സ്വമേധയാ വരുത്തി വെക്കുകയാണ്. കടുത്ത വാശിയും അഹങ്കാരവും മനുഷ്യനെ നശിപ്പിക്കുന്നു. വാനരന്റെയും ഞാറപ്പക്ഷിയുടെയും കഥയിൽ നിന്നും ഞാൻ അത് പഠിച്ചു. അപ്പൊ അവര് എൻ്റെ ഗുരുനാഥന്മാരെ അവരെന്നെ പഠിപ്പിക്കല്ലേ ഇത്. ഇന്ദ്രിയ വികാരങ്ങൾ ശത്രുക്കളായി ചുറ്റും ചൂഴുമ്പോൾ അമിതമായ ആശയോടെ വിഷയാസക്തിയിൽ മുഴുകി കഴിയുന്നത് തെറ്റാണെന്ന് ഈ കഥകൾ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അവധൂതൻ. രാജപുങ്കവ, കുമാരിക എന്നൊരു പട്ടുനൂൽപ്പുഴു ഉണ്ടായിരുന്നു. അതെന്റെ ഗുരുവാണ്. പട്ടുനൂൽപ്പുഴു തന്നിൽ നിന്നും സ്വയം ഉണ്ടാകുന്ന പട്ടുനൂലുകൾ കൊണ്ട് ആവരണം ഉണ്ടാക്കി അതിനുള്ളിൽ കഴിയുന്നു. എവിടെ ആ പുഴു സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം ആ കൂടും പുഴുവിന്റെ ഗാത്രം പോലെ സഞ്ചരിക്കുന്നു. അവിടെ ദ്വൈതമില്ല, ഒന്നെന്നുള്ള ഭാവം മാത്രം, രണ്ട് എന്നുള്ള ഭാവമില്ല. എല്ലാം താൻ തന്നെയാണെന്നുള്ള ഏകഭാവനയാണ് അതിനുള്ളത്. പുഴു തന്നിൽ നിന്നും ഉളവാകുന്ന നൂലുകൊണ്ട് കൂട് സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് കർമ്മങ്ങൾ ചെയ്യുവാനായി തന്നിൽ നിന്നും ജനിക്കുന്ന മായ കൊണ്ട് ഗാത്രം സ്വീകരിക്കുന്നു. പുഴു തൻ്റെ കൂട് നശിച്ചാൽ പുതിയ കൂടുണ്ടാക്കുന്നത് പോലെ ആത്മാവ് ഗാത്രം നശിച്ചാൽ പുതിയ ശരീരം സ്വീകരിക്കുന്നു. നമ്മൾ വസ്ത്രം അങ്ങനെയല്ലേ പറയാറ്? പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ഉടുക്കുന്നത് പോലെ ആത്മാവ് പഴയ ശരീരം വിട്ടാൽ പുതിയ ശരീരം സ്വീകരിക്കും. യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നില്ല, സ്വയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ജനന മരണത്തെ ഈ സത്യം പ്രകാശിപ്പിക്കുന്നു. ഇത്രയും കാര്യം എന്നെ സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ച പുഴു എൻ്റെ ഗുരുനാഥൻ തന്നെ. പൂർണ്ണനാഭി എന്നൊരു 8 കാലി ഉണ്ടായിരുന്നു. അതും എൻ്റെ ഗുരു തന്നെയാണ്. പൂർണ്ണനാഭി സായാഹ്നത്തിൽ തന്നിൽ നിന്ന് വരുന്ന നൂലുകൾ കൊണ്ട് ഭംഗിയായി വല നെയ്യും. അതിൻ്റെതായ ഒരു ലോകം സൃഷ്ടിക്കും. വലയുടെ മധ്യത്ത് കാലപുരുഷനായിരുന്നു കൊണ്ട് 8 കാലി തൻ്റെ ലോകത്ത് വന്നു പതിക്കുന്ന ജീവികളെ ഭക്ഷിക്കും. അവസാനം വലയായിത്തീർന്ന നൂലുകളെ തന്നിലേക്ക് അടുപ്പിച്ച് നൂലും 8 കാലിയും ഒന്നായി മാറുന്നു. ഇതുപോലെ ജഗന്മയൻ തൻ്റെ മായകൾ കൊണ്ട് സൃഷ്ടി നടത്തി അന്ത്യത്തിൽ സർവ്വതും തന്നിലേക്ക് തന്നെ സമാഹരിച്ചുകൊണ്ട് ഏകത്വം അവലംബിക്കുന്നു. ഈ ജീവിത തത്വം എന്നെ പഠിപ്പിച്ചതാരാണോ? പൂർണ്ണനാഭിയാണ്, 8 കാലി. സൃഷ്ടിയുടെ രഹസ്യ യോഗത്തിലേക്ക് അവധൂതൻ കടന്നു. മതിയാക്കിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു. അന്തർമനസ്സിൽ പതിച്ച ഭാവനാ ബീജം അതിന് അനുരൂപമായ വിധത്തിലുള്ള ദേഹത്തിന്റെ അന്തരേന്ദ്രിയങ്ങളിൽ, അതായത് ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങളിൽ പതിച്ച ഈ ജന്മം സ്വീകരിക്കും. പിറവിക്ക് ശേഷം അത് അതിൻ്റെതായ രൂപത്തിലും സ്വഭാവത്തിലും വളരുന്നു. വൃക്ഷത്തിന്റെ ഒരു ചെറിയ ബീജം പോരെ മുളച്ച് വലിയ വൃക്ഷമാവാൻ? ചെറിയൊരു കുരു. വൃക്ഷത്തിന്റെ ഒരു ചെറിയ ബീജം മുളച്ച് വൃക്ഷമാകുന്നത് പോലെ മായ കൊണ്ട് ബീജം ജീവനെ ഭ്രമിപ്പിക്കുന്നു. നാവ് രസത്തെ തേടുന്നു. എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ,
എന്നുള്ള വിചാരം നാവിന്. ഭക്ഷണം, നല്ല സ്വാദുള്ള ഭക്ഷണം ഗുഹ്യാവയവങ്ങൾ വിഷയരതിക്ക് ആഗ്രഹം നൽകുന്നു. കർണങ്ങൾ മധുരോദരമായ ശബ്ദത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. കണ്ണുകൾ ഇഷ്ടദൃശ്യത്തിന് പ്രാധാന്യം വരുത്തുന്നു. സംസാരിക്കണമെന്ന് നാക്ക് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പാദങ്ങൾ സർവദാ സഞ്ചരിക്കുവാൻ മോഹിക്കും. സുഖമതഗന്ധത്തിന് നാസിക അഭിലഷിക്കും. ലളിതവും മൃദുവുമായ വസ്തുക്കളിൽ തൊടണമെന്നാണ് കരത്തിന്റെ അഭിമതം. സ്പർശന സുഖത്തിന് ത്വക്ക് ആഗ്രഹം പുലർത്തുന്നു. ഭക്ഷിക്കണമെന്നാണ് ഉദരത്തിന്റെ മോഹം. വയറേറണം, അത് തന്നെ. ഞാനെന്ന ഭാവം വളരുന്നു. ഇത് മനസ്സ് വികല്പം തേടുന്ന സമയത്താണ് ബുദ്ധി ഉറപ്പാക്കും, മതമുണരും, ഞാനെന്ന ഭാവം വളരും. ഓരോ അവയവത്തിനും അതിന്റെ വാസന അനുസരിച്ചുള്ള കൃത്യങ്ങൾ ചെയ്യുവാൻ പ്രേരണ നൽകുന്നു. അവധൂതൻ അല്പം പരിഹാസം കലർത്തിയിട്ട് തന്നെ പറഞ്ഞു. ഇതുവരെ കാര്യമായിട്ട് പറഞ്ഞു, ഇപ്പൊ പരിഹാസത്തോടെ പറയാൻ തുടങ്ങി. ഒന്നിലധികം പത്നിമാരുള്ളൊരു ഭർത്താവ് ഉദാഹരണമാവട്ടെ മഹാരാജാവേ. ഈ ഭർത്താവിന്റെ ഭാര്യമാർ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാൻ അഹമികയാ, ഞാൻ 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 എന്ന ഭാവത്തില് മുന്നോട്ട് വരുന്നത് പോലെയാണ് ഓരോ അവയവവും ശരീരത്തെ ആനന്ദിപ്പിക്കുവാൻ കഠിനമായി ശ്രമിക്കുന്നത്. സർവത്തിനും സാക്ഷീഭൂതനും വിഘ്നനും സർവതാ ലോകം നിറഞ്ഞിരിക്കുന്നവനുമായ ദൈവത്തെ മറന്ന് ഭോഗാസക്തങ്ങളായ അധർമ്മങ്ങൾ ചെയ്യുവാൻ ശരീരം വെമ്പൽ കൊള്ളുന്നു മഹാരാജാവേ. ആ നിലക്ക് നമ്മുടെ കളയപരം ആത്മപുണ്യത്തിന്റെ ശത്രുവാണ്. ഇത്രയും ആ അവധൂതൻ യദുമഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് ബാക്കി ഭാഗം ആ പൊന്നുതമ്പുരാന്റെ അനുജ്ഞ ഉണ്ടെങ്കിൽ നാളെ പറയാമെന്നുള്ള വിചാരം കൊണ്ട് നമുക്കും ഇന്നത്തെ ഭാഗം കപാദത്തിൽ സമർപ്പിക്കാം.